നിങ്ങളടങ്ങുന്ന ഒരു സിസ്റ്റത്തിന് ഇപ്പോൾ വല്ലാതെ ഒരു പേരുദോഷം വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ സമരം ചെയ്തത് രാമൻപിള്ള വക്കീലിനെ ചോദ്യം ചെയ്യാൻ നേരത്ത് വക്കീലന്മാരെല്ലാം സമരം ചെയ്തു. പക്ഷേ ഇതേപോലുള്ള പുഴുക്കുത്തുകൾക്കെതിരെ സമരം ചെയ്യാനില്ലായിരുന്നോ ശരിയായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്? അല്ല, നിങ്ങൾ എന്ന് പറയുമ്പോൾ അടച്ചങ്ങനെ പറയാതെ ഞാൻ ആ സമരത്തിന് ഉണ്ടായിട്ടില്ലാത്ത ഒരാളാണ്. ഞാൻ അതിന് എതിർപ്പും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. ഇവിടെ ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷൻ ഐലു, ഓൾ ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന, അതിൽ രാമൻപിള്ള അടക്കമുള്ള ആളുകൾ അംഗങ്ങളാണ്. അപ്പോൾ അവരുടെ ഒരു പ്രിവിലേജിന് വേണ്ടി അവർ അതിൽ സമരം ചെയ്തു. പിന്നെ ഞങ്ങളുടെ അസോസിയേഷൻ, അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ, ഈ നോട്ടീസ് കൊടുക്കുന്നതിന് ഒരു പ്രമേയം പാസ്സാക്കി. പക്ഷെ ഞാൻ എൻ്റെ വിയോജിപ്പ്, ഞാൻ ആ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. ആ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ഒരു പെട്ടെന്നാണ് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്കൊരു നോട്ടീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വന്നു എന്ന് പറയുന്നതിൽ ആ ക്രൈമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിൽ ഒരു സ്ത്രീകൾക്കെതിരെ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യം ചെയ്തതിന് ശേഷം അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ കോടതി പറയുന്ന ആ കണ്ടീഷൻസ് പാലിക്കാൻ തയ്യാറല്ലാതെ പ്രതി നേരിട്ട് വരാതെ പ്രതിയുടെ വക്കീലന്മാർ വഴി സാക്ഷികളെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ ഓഡിയോ ആണെങ്കിൽ പ്രതിഭാഗം വക്കീൽ പ്രോസിക്യൂഷൻ ഭാഗം വിറ്റ്നസ്സിന് എങ്ങനെ പ്രതിഭാഗം സാക്ഷികളെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ സാക്ഷികളെ മറ്റ് സാക്ഷികളെ സ്വാധീനിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ വരുന്നത്. ഞാൻ ചെയ്യുന്ന ഈ പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ്റെ കൂട്ടത്തിൽ ശരിയായിട്ടും സാക്ഷികളോട് എങ്ങനെയാണ് കോടതിയെ സമീപിക്കേണ്ടത്, കോടതിയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് മാഡത്തിൻ്റെ കൂടുതലുള്ള സാക്ഷികളെ പഠിപ്പിക്കാറില്ലേ? എൻ്റെ സാക്ഷികളെ, ഞാനിപ്പോൾ ഒരു വാദിഭാഗം വക്കീലാണെങ്കിൽ എൻ്റെ വാദിഭാഗം സാക്ഷികളെ ഞാൻ പഠിപ്പിക്കും. ഞാൻ പ്രതിഭാഗം വക്കീലാണെങ്കിൽ ഞാൻ പ്രതിഭാഗം സാക്ഷികളെ ഞാൻ പഠിപ്പിക്കും. പക്ഷെ ഞാൻ പ്രതിഭാഗം വക്കീലാണെങ്കിൽ ഞാൻ വാദിഭാഗം സാക്ഷികളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അത് അന്യായമാണ്. കാരണം അതെ, അത് നമ്മൾ പക്ഷം മാറുകയാണല്ലോ. അത് വളരെ ക്ലിയറാണ്. അപ്പോൾ അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ വിറ്റ്നസ്സിനെ പ്രതിഭാഗം വക്കീൽ പഠിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണല്ലോ ഇതിലൊരു പ്രശ്നമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്രിമിനൽ കേസുകളിലെ പ്രതിഭാഗം വക്കീലന്മാർ കേസ് തെളിയിക്കുന്നത് സംശയത്തിൻ്റെ ആനുകൂല്യത്തിലാണ് പ്രതികൾ വിട്ടുപോണത്. സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ പ്രതിഭാഗം വക്കീലായിട്ടുള്ള ആൾ ജയിക്കും എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കേസുള്ള കാര്യമല്ല. കാരണം ഈ സാക്ഷികളുടെ